ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെടുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം. മുസ്ലിമീങ്ങളായ എന്നെയും നിങ്ങളെയും സംബന്ധിച്ച് മാതൃരാജ്യം എന്നതിലുപരി നമുക്ക് ഇന്ത്യയുമായി അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. ഒരു ഹൈന്ദവ മതവിശ്വാസിയെ സംബന്ധിച്ച്, ഒരു ക്രൈസ്തവ മതവിശ്വാസിയെ സംബന്ധിച്ച് അവന്റെ മാതൃരാജ്യമാണ് ഇന്ത്യ. എന്നാൽ മുസ്ലിമിനെ സംബന്ധിച്ച് അവന്റെ മാതൃരാജ്യത്തോടൊപ്പം അവന്റെ പിതൃരാജ്യം കൂടിയാണ് നമ്മുടെ ഇന്ത്യ. എന്നാൽ ഇന്ന് സ്ഥിതി വളരെ വഷളായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത്. ചരിത്രം ചുരുക്കി ഒന്ന് പറഞ്ഞാൽ, ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു സ്വർഗലോകത്ത് നിന്ന് പുറത്താക്കുകയും ഇബ്ലീസ് വലച്ച കെണിയിൽ ആദം നബി അലൈഹിസ്സലാം വീണതുകൊണ്ട് സ്വർഗത്തിൽ സീറ്റില്ല, ദുനിയാവിലേക്ക് പോകണമെന്ന് പറഞ്ഞ് എന്റെയും നിങ്ങളുടെയും ബാപ്പയായ ഈ ലോകത്തെ ആദ്യത്തെ മനുഷ്യനായ ആദ്യത്തെ പ്രവാചകനായ സയ്യിദുന ആദം നബി അലൈഹിസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ആദം നബി അലൈഹിസ്സലാം ആദ്യമായി കാലുകുത്തിയത് ഇന്ത്യയിലാണ്, നമ്മുടെ ഇന്ത്യയിൽ, ശ്രീലങ്കയിലെ ആദം മല. അപ്പോൾ ശ്രീലങ്ക എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായിരുന്നു. പിന്നീടാണ് അത് വിഭജിച്ച് ശ്രീലങ്ക മറ്റൊരു രാഷ്ട്രമായി മാറിയത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ മാതൃരാജ്യത്തോടൊപ്പം നമ്മുടെ ബാപ്പയുടെ മണ്ണാണ് ഇന്ത്യ. ഈ രാജ്യത്ത് യഥാർത്ഥ ഇന്ത്യൻ പൗരത്വം പറഞ്ഞാൽ മുസ്ലിമിന് തന്നെയാണ് അവകാശം. ഇവിടെ ഒരുപാട് ആളുകൾ 800ഓളം വർഷങ്ങൾ മുസ്ലിം ഭരണാധികാരികൾ ഇവിടെ ഭരിച്ചപ്പോൾ നമ്മൾ ഒരാളുടെയും പൗരത്വം നമ്മൾ ചോദ്യം ചെയ്തിട്ടില്ല. പക്ഷേ ഇന്ന് ചില ആളുകൾ നമ്മുടെ പൗരത്വം ചോദ്യം ചെയ്യാൻ വന്നാൽ അവരോട് എനിക്കും നിങ്ങൾക്കും ഈമാനുള്ള ഇസ്സത്തുള്ള മുസൽമാന് പറയാനുള്ളത് അത് സാധ്യമല്ല, അത് സാധ്യമല്ല, അത് സാധ്യമല്ല. എന്റെ മദീന തന്നെ നിങ്ങളോട് യുദ്ധത്തിന് വന്നാലും നിങ്ങൾ പിറന്ന മണ്ണിൽ ആ മണ്ണിനെ നെഞ്ചോട് ചേർക്കണമെന്ന് പഠിപ്പിച്ച ലോകത്തിന്റെ നായകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്താണ് ഞാനും നിങ്ങളുമെങ്കിൽ ഒരു നിയമവും ഇവിടെ പാസാക്കാൻ അനുവദിക്കുകയില്ല. പിറന്ന നാട്ടിൽ ഷഹീദായി മരിക്കാൻ, ഒന്നെങ്കിൽ ആണുങ്ങളെ പോലെ ജീവിക്കാൻ, അല്ലെങ്കിൽ ഷഹീദായി ആണായി മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതാണ് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യവും ഇന്ത്യൻ മുസ്ലിമീങ്ങളും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. നമ്മൾ വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു വന്നവരല്ല, നമ്മൾ വലിഞ്ഞു കയറി വന്നവരല്ല, നമ്മളാണ് യഥാർത്ഥ ഇന്ത്യക്കാർ. പക്ഷേ നമ്മൾ മറ്റു മതക്കാരെ ഒരിക്കലും നമ്മൾ നിസാരവൽക്കരിക്കില്ല. അറിവില്ലാത്ത ആളുകൾ എന്തെങ്കിലും ചെയ്തു എന്ന് വെച്ച് നല്ലവരായ ഹൈന്ദവ സഹോദരങ്ങൾ, ക്രൈസ്തവ സഹോദരങ്ങൾ, അവർ നമ്മുടെ സഹോദരങ്ങൾ തന്നെയാണ്. പക്ഷേ ശ്രീരാമനെ അറിയാത്ത, ശ്രീകൃഷ്ണ ഭഗവാനെ അറിയാത്ത ആളുകളാണ് ഇവിടെ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുന്നത്. ശ്രീരാമൻ എന്താ ലക്ഷ്മണനോട് ഉപദേശിച്ചത്? ലക്ഷ്മണ, അനുജൻ സഹോദരൻ രാമായണം വായിക്കണം. ശ്രീരാമൻ എന്താ പറഞ്ഞത് ലക്ഷ്മണനോട്? ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അനുജ നീ മുൻകോപം വെടിയണം, എന്നിട്ട് നീ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാക്കണം. എന്തിന്? ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ജീവിതം പോലും നിലനിൽക്കണമെങ്കിൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് എന്താ? വിട്ടുവീഴ്ച വേണം. ഭരണാധികാരികൾ എന്തെങ്കിലും അക്രമം കാണിക്കുമ്പോൾ മുസൽമാന് രണ്ട് ആയുധമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അള്ളാന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ സംഘടനയുടെ പേരിൽ, നിങ്ങൾ വർഗീയതയുടെ പേരിൽ നിങ്ങൾ ഭിന്നിക്കല്ലേ. നിങ്ങൾ മുസ്ലിമീങ്ങൾ ഒരൊറ്റ കുടക്കീഴിൽ നിന്നാൽ 20 കോടിയിലധികം വരുന്ന ഇന്ത്യൻ മുസ്ലിങ്ങൾ സംഘടന മറന്നു നിന്നാൽ ഈ ഒരു മുസ്ലിമിനെ ഒരു രോമത്ത് പോലും തൊടാൻ ആർക്കും പറ്റില്ല. പക്ഷേ ഇന്നും നമ്മൾ സീരിയലിന്റെ മുമ്പിലാണ്. നമുക്ക് വരുന്ന ഭരണാധികാരികൾ അക്രമം ചെയ്യുന്നത് നമുക്ക് വിഷയമല്ല. ഒരു സീരിയൽ കാണാൻ പവർ കട്ട് വന്നു പോയാൽ നമ്മൾ കരഞ്ഞു നിലവിളിക്കും. പക്ഷേ ഈ ഭരണാധികാരിയുടെ ഷറിൽ നിന്ന് രക്ഷതരണേ അല്ലാ എന്ന് ദുആ ഇറക്കുന്ന എത്ര പേരുണ്ടെങ്കിൽ ഇന്നു മുതൽ നിങ്ങൾക്ക് എന്റെ മശായിഖന്മാരുടെ തർബിയത്തിൽ 22-ാം തീയതി വരെയെങ്കിലും ചെല്ലാൻ ഒരു സൂറത്ത് ഞാൻ തരാൻ പോവുകയാണ്. സൂറത്തുൽ ഫീൽ. അതിൽ തർമീഹിം, എന്റെ കൂടെ ഏർവാടി യാത്രയ്ക്ക് വന്നവർക്കറിയാം, അതിൽ ഇവിടെ സലാത്തിന് വരുന്നവർക്കും അറിയാം. തർമീഹിം എന്ന് പറയുന്ന വേർഡ് 3 പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞാൽ ഈ ഭരണാധികാരികൾ അള്ളാഹു നിലയ്ക്ക് നിർത്തുക തന്നെ ചെയ്യും. അതായത് ഇന്ത്യ ഗേറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട് 69,000-ഓളം വരുന്ന മുസ്ലിങ്ങൾ രക്തസാക്ഷികളായെങ്കിൽ 25,000-ൽ താഴെ മാത്രമുള്ള ഹൈന്ദവ സഹോദരങ്ങളും 8,000-ഓളം വരുന്ന സിഖുകാരുമാണ് ഷഹീദായത്. അവിടെയും ഭൂരിപക്ഷം മുസൽമാന് തന്നെയാണ്. നമ്മളെന്തേ ടിപ്പു സുൽത്താനെ മറന്നുപോയത്? ഇനിയുള്ള പാഠപുസ്തകം വരുമ്പോൾ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ആയതുകൊണ്ട് നമുക്ക് വെറുപ്പില്ല. ഞാനും നിങ്ങളും അദ്ദേഹത്തെ ബഹുമാനിച്ച് ആനന്ദം കൊള്ളുന്നവരാണ്. അംബേദ്കർ എഴുതിയ ഭരണഘടന നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ മുസ്ലിം പേരുകൾ ചരിത്രത്തിന്റെ താളുകളിൽ ഇനി നമ്മുടെ മക്കളെ പഠിപ്പിക്കുമ്പോൾ കാണില്ല. മഹാനായ ടിപ്പു സുൽത്താൻ നമ്പറല്ലാഹു
മർക്കദഹു, മഹാന്റെ ദർജ അല്ലാഹു ഉയർത്തുമാറാകട്ടെ. സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത ആളാണ് എന്റെ മുമ്പിലിരിക്കുന്ന ഉപ്പമാര്, ഉമ്മമാര്, കുഞ്ഞുങ്ങൾ പഠിക്കണം. അതുപോലെ തന്നെ 14-ാം തീയതി സിയാറത്തിന് പോകുന്നുണ്ട്. അതിലൊരു പള്ളി വെളിയങ്കോടാണ്. ആ വെളിയങ്കോട് പള്ളിയുടെ മിഹ്റാമില് ഉമർ ഖാലിദ് റളിയല്ലാഹു തആല അൻഹു ബ്രിട്ടീഷ് പട്ടാളത്തെ വെല്ലുവിളിച്ചത് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സായിപ്പിന്റെ പട്ടാളം വന്നിട്ട് ഉമർ ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളെ ഞങ്ങളുടെ സായിപ്പ് അന്വേഷിക്കുന്നുണ്ട്, ഞങ്ങളുടെ ഓഫീസർ അന്വേഷിക്കുന്നുണ്ട്, നിങ്ങൾ വരണമെന്ന് പറഞ്ഞപ്പോൾ ഉമർ ഖാലിദ് റളിയല്ലാഹു തആല അൻഹു ആണത്തത്തിന്റെ ആൾ രൂപം, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പാത പിൻപറ്റിയ പിൻഗാമി, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഉമർ ഖാലിദ് റളിയല്ലാഹു അൻഹു വെളിയങ്കോട് പള്ളിയുടെ മിഹ്റാമിൽ ഇരുന്നിട്ട് പറഞ്ഞടാ, നിനക്ക് എന്റെ സ്വന്തം രാജ്യത്ത് ഞാൻ ജീവിക്കുന്നതിന് നിനക്ക് ഞാൻ കപ്പം തരില്ലടാ അക്രമിയായ ഭരണാധികാരി. അക്രമിയായ ഭരണാധികാരിയുടെ മുന്നിൽ നീ കാണിക്കുന്നത് അക്രമമാണെന്ന് വിളിച്ചു പറഞ്ഞാൽ നാളെ ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂടെ സ്വർഗ്ഗമുണ്ടെന്ന് പഠിപ്പിച്ച താഹാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിൻഗാമിയാണ്. ഉടൻ തന്നെ പല്ലക്ക് കൊണ്ടുവന്നു. പല്ലക്കിൽ കൊണ്ടുപോയി അവിടെയും രാജാവുമായി ഏറ്റുമുട്ടി. അവരെല്ലാം പേടിച്ചോടിയവരല്ല, ആണുങ്ങളെ പോലെ ഇസ്ലാമിന്റെ പുലിക്കുട്ടിയായി ജീവിച്ചത് കൊണ്ടാണ് അവരുടെ പേര് കേൾക്കുമ്പോൾ ഞാനും നിങ്ങളും റളിയല്ലാഹു തആല അൻഹു എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഔലിയാക്കളെ സ്നേഹിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാകണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ ബ്രിട്ടീഷുകാരുമായി മല്ലടിക്കുമ്പോൾ പാവപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങളും മുസ്ലിം സഹോദരങ്ങളും തോളോട് തോൾ ചേർന്ന് നിന്ന് നമുക്ക് വാങ്ങിച്ചു തന്ന സ്വാതന്ത്ര്യ സമരത്തിൽ അവരുടെ ചെരുപ്പ് നക്കികളായ അടിവസ്ത്രം അലക്കി കൊടുക്കുന്ന കുറെ ആളുകൾക്ക് ഭരണം കിട്ടിയപ്പോൾ മുസ്ലിങ്ങളെ മാത്രം ഇവിടുന്ന് പുറത്താക്കണമെന്ന് പറയുന്നത് എന്തിന്റെ പേരിലാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഇന്നു മുതൽ സൂറത്തിൽ ഫീലോദി ദുആ ചെയ്യുക. എത്ര വലിയ കൊടികെട്ടിയ ഭരണാധികാരി വന്നാലും നമ്മുടെ വിശ്വാസം എന്താ? അല്ലാഹുവാണ് വലിയവൻ, ഖാലിഖായ റബ്ബാണ് വലിയവൻ. അതല്ലേ അവിടെ പറഞ്ഞത്, ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലിക്കുൽ ഖുദ്ദൂസ് സലാമുൻ മുഅ്മിനുൻ മുഹീമിനുൻ അസീസുൽ ജബ്ബാറുൽ മുത്തകബ്ബിർ സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ. അല്ലാഹു പറയുകയാണ്, ഞാനാണ് രാജാധികാരി, ഞാനാണ് അധികാരം നൽകുന്നവൻ. മനുഷ്യ കൂട്ടമേ, നിനക്ക് യാതൊരു അധികാരവുമില്ല. രക്തത്തിൽ ഒരു ക്യാൻസറിന്റെ അണു വന്നാൽ തീരാവുന്ന ജീവിതമേ ഉള്ളു മോനെ. നീ അഹങ്കരിക്കല്ലേ മോനെ. അധികാരം നൽകുന്ന എനിക്ക് തന്നെ അത് എടുത്തു മാറ്റാനുള്ള കഴിവ് ഉണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു. പക്ഷേ നമുക്ക് അക്രമിയായ ഭരണാധികാരി അല്ലാഹ് തന്നതെന്താ? നമുക്ക് മുഹിയുദ്ദീൻ റാത്തീബ് വേണ്ട, നമുക്ക് റിഫായി ഷെയ്ഖ് വേണ്ട, നമുക്ക് ഇബ്രാഹിം ബാദുഷ തങ്ങൾ വേണ്ട. അപ്പൊ അല്ലാഹ് തീരുമാനിച്ചു, എന്നായിരുന്നീനും ഇവിടെ വേണ്ട. അങ്ങനെ ഒരു ഗതികേടിനെ തൊട്ട് അല്ലാഹു കാക്കുമാറാകട്ടെ. ഓരോ ഉമ്മമാരും ഓരോ ഉപ്പമാരും ഇന്ന് മുതൽ സ്പെഷ്യലായിട്ട് ദുആ ഇരക്കണം. നമ്മുടെ മക്കൾക്ക് രോഗം വന്നാൽ നമ്മൾ ദുആ ഇരക്കില്ലേ? നമുക്ക് ഗൾഫിൽ പോക്ക് താമസം വന്നാൽ നമ്മൾ ദുആ ഇരക്കില്ല. അതിനേക്കാൾ പവറോടുകൂടി ദുആ ഇരക്കണം. മുസൽമാന്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് ദുആയാണ്. അത് കഴിഞ്ഞാൽ സദഖയാണ്. അസ്സദഖത്തു റദ്ദുൽ ബലാ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദാനം തീർച്ചയായും വിപത്തിനെ തടയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിമീങ്ങൾക്കുള്ള പങ്ക് ചെറുതല്ല. പക്ഷെ ഇനിയുള്ള ചരിത്രത്തിന്റെ പുസ്തകത്തിൽ ചിലപ്പോൾ ഇവരുടെ പേര് കാണില്ല. അത് ഒരുപാട് മുഗൾ ഭരണാധികാരികൾ ഇവിടെ ഭരിച്ചു. 800ഓളം വർഷം മുസ്ലിങ്ങൾ ഭരിച്ചപ്പോൾ ഇന്ത്യയുടെ ഉൽപാദന ക്ഷമത എന്ന് പറയുന്നത് 71% എങ്കിൽ ഇപ്പോൾ ഇതാ റിസർവ് ബാങ്കിന്റെ മുൻ ഗവർണർ എന്താ പറഞ്ഞത്? ഇനി 20 വർഷം അടുത്ത തലമുറ കഷ്ടപ്പെട്ടാലും ഇപ്പോൾ ഉണ്ടായ സാമ്പത്തിക ബാധ്യത മാന്ദ്യം ഇവിടെ മാറില്ല. ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യമാണ്. വരാൻ പോകുന്ന തലമുറയെ പോലെ ചുട്ടുകരിക്കുകയാണ്. പക്ഷേ മുസ്ലിങ്ങൾ ഇവിടെ ഭരിച്ചപ്പോൾ എല്ലാ ജനങ്ങൾക്കും ഈസി ആയിട്ട് കാര്യങ്ങൾ നടക്കുമായിരുന്നു. അവര് പൗരത്വം ചോദിച്ചില്ല. ഇബ്രാഹിം ബാദുഷ റളിയല്ലാഹു തആല അൻഹു ഏർവാടിയിൽ ഞാൻ പോയപ്പോൾ ചരിത്രം പറഞ്ഞ് പ്രസംഗിച്ചില്ലേ? 12 വർഷവും 12 മാസവും 12 ദിവസവും ഏർവാടി ഇന്ത്യ ഭരിച്ചു. ഒരിക്കലും മഹാനവറുകൾ പൗരത്വം ആവശ്യപ്പെട്ടിട്ടില്ല. ഇബ്രാഹിം ബാദുഷ റളിയല്ലാഹു അൻഹു ഇന്ത്യ ഭരിച്ചതിന്റെ ചരിത്രം ഏർവാടിയിൽ പള്ളിയിലുള്ളതിനേക്കാൾ കൂടുതൽ തമിഴ്നാട്ടിലെ രാമനാഥപുരത്തെ ശ്രീകൃഷ്ണനെ ആരാധിക്കുന്ന ക്ഷേത്രത്തിൽ ചെന്നാൽ സംശയമുള്ളവർക്ക് വരാം, വണ്ടിക്കൂലിയുടെ കാശ് ഞാൻ തരും. ഇബ്രാഹിം ബാദുഷ തങ്ങളുടെ ഭരണ ചരിത്രം അവിടെ എഴുതിയിട്ടുണ്ട്. അമ്പലം പല പ്രാവശ്യം പുതുക്കിപ്പണിഞ്ഞു. പക്ഷേ ഇബ്രാഹിം ബാദുഷ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണ ചരിത്രം മാറ്റിയിട്ടില്ല. ഹൈന്ദവ സഹോദരങ്ങൾ നല്ലവരാണ്. ധർമ്മത്തെ നീ രക്ഷിച്ചാൽ ധർമ്മം നിന്നെ രക്ഷിക്കുമെന്ന് പഠിപ്പിക്കുന്ന മഹത്തായ മതമാണ് ഹൈന്ദവ മതം. പക്ഷേ മതമില്ലാത്ത ആളുകളാണ് ഈ പേരിൽ നമ്മളെ
മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ഹിന്ദുവിനെയും തമ്മിലടിപ്പിച്ചിട്ട് ചൂഷണം ചെയ്യുന്ന ബ്രിട്ടീഷിന്റെ നയം. ബ്രിട്ടീഷുകാരാദ്യം ചെയ്തതെന്താ? മുസ്ലിമിനെയും ഹിന്ദുവിനെയും തമ്മിൽ തെറ്റിക്കുക. ഈ മജ്ലിസിൽ ഞാൻ ഇപ്പോഴും പറയുന്നു, നമ്മൾ കൈത്തമില്ല. ഇവിടെ മുസ്ലിമും ഹൈന്ദവനും ക്രൈസ്തവനും ഒരുപോലെയാണ്. എല്ലാ മുസ്ലിങ്ങൾ മാത്രമല്ല, 5 ലക്ഷം അല്ല 7 ലക്ഷം എന്ന് വരക്കണം, 5 ലക്ഷത്തിൽ കൂടുതൽ, 5-നും 7-നും ലക്ഷം ഇടയ്ക്ക് ആളുകൾ എറണാകുളത്ത് ഒരു കുടക്കീഴിൽ ഒരുമിച്ച് കൂടിയില്ലേ? അത് നമ്മുടെ ഇസ്സത്താണ്. കേരളം മാത്രമല്ല, ഇന്ത്യ മാത്രമല്ല, ലോകം മുഴുവൻ ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി എങ്കിൽ അള്ളാഹു ഈ മുസൽമാന്റെ ഇസ്സത്ത് ഇവിടെ നിലനിർത്തി തരുമാറാകട്ടെ. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങൾക്കെല്ലാം അള്ളാഹു നല്ലത് വരുത്തട്ടെ. നാമുഖമായി ദുആ ചെയ്യുന്നു.